പുസ്തക ആസ്വാദനം. പുസ്തകം സമ്യക് ദർശനം. പുസ്തകരചന ഗുരു നിത്യചൈതന്യയതി. ആസ്വാദന രചനയും അവതരണവും CS മുരളി. ഗുരു നിത്യചൈതന്യയതി എഴുതിയ സമ്യക് ദർശനം എന്ന ഈ കൃതി 1999 വർക്കല നാരായണ ഗുരുകുല ഫൗണ്ടേഷനാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 2013 ഈ കൃതിയുടെ 3ാം പതിപ്പും ഇറങ്ങുകയുണ്ടായി. 118 പേജുകളുള്ള ഈ പുസ്തകത്തിൽ ആകെ 6 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 4 അധ്യായങ്ങളാകട്ടെ ആത്മദർശനം, ദൈവദർശനം, കാരുണ്യദർശനം, ഗീതാദർശനം എന്നിങ്ങനെയുള്ള തലക്കെട്ടോടെയാണ് ഗുരുനിത്യ രചിച്ചിട്ടുള്ളത്. തുടർന്നുള്ള 2 അധ്യായങ്ങളിൽ ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാർക്ക് ലഭിച്ച ദർശനത്തിന് സമാനമായ ചില അനുഭവങ്ങൾ കൈവരിച്ച 2 വിദേശ വ്യക്തിത്വങ്ങളുടെ ജീവിത നിമിഷങ്ങളെ പ്രതിപാദിക്കുന്നു. ആത്മദർശനം എന്ന ആദ്യ അധ്യായം ബൃഹദാരണ്യകോപനിഷത്തിലെ അസതോമ സദ്ഗമയ എന്ന പ്രാർത്ഥനയോടെയാണ് യതി തുടങ്ങുന്നത്. തുടർന്ന് വരികളുടെ അർത്ഥവും ആശയവും വ്യക്തമാക്കിയ ശേഷം നാം ആരോടാണിതെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനം അവസാദയേത് എന്ന ഗീതാവചനം തന്നുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരവും യതി തന്നെ നമുക്ക് വിശദമാക്കി തരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരാംശത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രഭാവം പരമാണു മുതൽ സൗരയൂഥം കടന്ന് ഗാലക്സികൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നത് ഗുരുനിത്യ വിശദമാക്കുന്നു. 2ാമത്തെ അധ്യായമായ ദൈവദർശനത്തിൽ പാശ്ചാത്യ മതസങ്കല്പങ്ങളെ ഭാരതീയ കാഴ്ചപ്പാടുകളുമായി താരതമ്യം ചെയ്ത് സമാനതകളും വൈരുദ്ധ്യങ്ങളും ഗുരുനിത്യ നിരത്തിവെക്കുന്നു. ഓരോ സങ്കല്പങ്ങളിലും ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും വ്യക്തമാക്കി തരുന്നു. തുടർന്ന് ഗണപതി എന്ന നമ്മുടെ പ്രാചീനമായ സങ്കല്പത്തെ വിശദമായി ഉദാഹരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലെ ജനതയുടെ പ്രതീകാത്മക ജീവിത കാഴ്ചപ്പാടുകളെ നമ്മുടെ മുന്നിൽ ഗുരു നിത്യ അനായാസമായി അനാവരണം ചെയ്യുന്നത് അതിശയകരമായിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. തുടർന്ന് രാമ, കൃഷ്ണ എന്നീ ശബ്ദങ്ങളുടെ അർത്ഥവിന്യാസം കൂടി അവതരിപ്പിക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെ എന്ന കാഴ്ചപ്പാടിലേക്ക് അനുവാചകനെ ഗുരുനിത്യ കൈ പിടിച്ചുയർത്തുന്നതോടെ ദൈവദർശനം അധ്യായത്തിൻ്റെ തിരശ്ശീല താഴുകയായി. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകത്തിലുള്ള ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്ന ശ്ലോകത്തോടെയാണ് കാരുണ്യദർശനം എന്ന 3ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ഇതിൽ ഒരു പയറുവിത്ത് മുളച്ച് ചെടിയായി വളർന്ന് പയറുമണികൾ ജനിപ്പിച്ച് അതിൻ്റെ ജീവിത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഹ്രസ്വ കാലയളവിൽ പോലും പ്രകൃതി ഓരോ ഘട്ടത്തിലും അതിന് നൽകുന്ന കാരുണ്യത്തെ അതീവ ഗംഭീരമായും ഭംഗിയായും ലളിതമായും സൂക്ഷ്മമായിട്ടും ഗുരുനിത്യ വരച്ചു കാട്ടിയിരിക്കുന്നു. ഒപ്പം കാരുണ്യമെന്ന ശബ്ദത്തിൻ്റെ ആപേക്ഷികതയും ഇവിടെ സാധാരണ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മനസ്സിലാക്കുവാനായി യതി നിരവധി ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഗീതാദർശനം എന്ന 4ാം അധ്യായത്തിൽ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മനഃശാസ്ത്ര ഗ്രന്ഥമായിട്ടാണ് ഗുരുനിത്യ ഗീതയെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധഭൂമിയിൽ മാനസികമായി തളർന്ന് അവശനായിരിക്കുന്ന അർജുനനെ ന്യൂറോസിസ് ബാധിച്ച ഒരു ന്യൂറോട്ടിക് പേഷ്യൻ്റ് ആയും ഭഗവാൻ കൃഷ്ണനെ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ടുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് മനഃശാസ്ത്ര ഗ്രന്ഥമെന്ന പദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ഗുരുനിത്യ കൃഷ്ണനെ ഒരു ദൈവമായിട്ടല്ല ഇവിടെ വിവരിക്കുന്നത്, മറിച്ച് കാൽപ്പനികമായ ദൈവീകതയുടെ ഒരു ആദർശവൽക്കരണമായിട്ടാണെന്ന് കാണുമ്പോൾ ഗുരുനിത്യയുടെ ഉൾക്കാഴ്ചയുടെ ആഴവും പരുപ്പും നമുക്ക് അളക്കാവുന്നതിലും അപ്പുറമാണെന്ന് ബോധ്യപ്പെടുന്നു. 5ാമത്തെ അധ്യായത്തിൽ മാർപ്പാപ്പയായിരുന്ന ഇന്നസെൻ്റ് മൂന്നാമൻ കാൽ കഴുകി മുത്തം കൊടുത്ത ശേഷം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ കാണിച്ചു തരുന്നു. അവസാനത്തെ അധ്യായമാകട്ടെ ജലാലുദ്ദീൻ റൂമിയുടെ ജീവിതാനുഭവങ്ങളിൽ തുടങ്ങിയിട്ട് രമണ മഹർഷിയിലൂടെ വന്ന് ശ്രീ നാരായണ ഗുരുവിലെത്തി നിൽക്കുന്നു. ഉപനിഷത്ത് ദർശനങ്ങളുടെ ഗഹനമായ ആശയങ്ങളെ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ ഉതകും വിധം ഒരു ദർശനമാല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ കൃതി അക്ഷര കൈരളിക്ക് ഒരു അമൂല്യ സംഭാവനയാണ് എന്നതിൽ സംശയമേതുമില്ല.